അല്ല, ഡീനാണ് നമുക്ക് ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ നമ്മൾ ചാർജ് കൊടുത്തിരിക്കുന്ന ഡീനാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വാർഡനും അവിടെ ഉണ്ട്. വാർഡനാണ് ഡീൻ. അപ്പോൾ ഇവരുടെ ചുമതലയെന്ന് പറയുന്നത് കൂടെ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നിരന്തരമായിട്ട് അവർ അവിടെ ഹോസ്റ്റലിൽ എന്താണ് നടക്കുന്നതെന്നുള്ള തിരക്കേണ്ടെന്ന് ചുമതല അവർക്കാണ്. അപ്പോൾ അവർ തിരക്കാതെ ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഴ്ച ഡീൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ വൈസ് ചാൻസലർ എന്നോട് സൂചിപ്പിച്ചത്. റിപ്പോർട്ട് മുഖേന തന്നെ അവരത് തയ്യാറാക്കി കഴിഞ്ഞു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് വൈസ് ചാൻസലറോട് ഞാൻ പറഞ്ഞത്, അദ്ദേഹം കൂടെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തൽക്കാലത്തേക്ക് ഇപ്പോൾ അന്വേഷണ വിധേയമായി ഒന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തണം എന്ന തരത്തിലേക്ക് പറഞ്ഞു. അതങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി പിന്നെ നമ്മുടെ വൈസ് ചാൻസലർ പത്രസമ്മേളനം വിളിച്ചു ചേർക്കി അതിനകത്ത് വെച്ച് അത് പ്രഖ്യാപിക്കുകയും ആ പേപ്പർ ഒപ്പിടുമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് ഗവർണർ അവരുടെ നടപടി എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി എടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ പുതിയ വൈസ് ചാൻസലർ വന്ന് ചാർജ് എടുത്തു. ഏകദേശം 3:30-4 മണിയായപ്പം എന്നെ അദ്ദേഹം വിളിച്ചിരുന്നപ്പോൾ ഞാനിത് സൂചിപ്പിച്ചു. ഇന്നണക്കൊരു വിഷയം എന്നോട് വൈസ് ചാൻസലർ റിപ്പോർട്ട് രൂപത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അടിയന്തരമായിട്ട് നടപടി എടുക്കണം എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിനോട് ഞാൻ സൂചന കൊടുത്തിരുന്നു. അത് നടപ്പിലാക്കണം. കാരണം ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതെ. തൽക്കാലം എന്തായാലും ഒരു അന്വേഷണം നടക്കുകയില്ലേ. അന്വേഷണ വിധേയമായിട്ട് അവരെ തൽക്കാലം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടന്നോട്ട്. ഇപ്പം നടത്തിയ അന്വേഷണം മോശമാണ് എന്നുള്ളതല്ല. അത് UGCയുടെ ആൻറ്റി റാഗിംഗ് സെല്ലാണ് ആ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ആ സെല്ലിൽ അവർ തന്നെ ഒരു സ്പെഷ്യൽ സ്ക്വാഡായിട്ട് അവിടുത്തെ എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്തു. അതിൽ നിന്നാണ് 31 കുട്ടികളെ കണ്ടെത്തുകയും 19 കുട്ടികൾക്കെതിരെ നടപടിയെടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് വന്നു. അതിൽ 18 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അവരുടെ ഇത് ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പോലീസ് ചോദിക്കുന്ന മുറയ്ക്ക് അതൊക്കെ കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, അതിൽ 3 മാസത്തേക്ക് അവർ ഡീബാറും കൂടെ ചെയ്തു. കോളേജ് അധികൃതർ ഈ കുട്ടികളെ 3 മാസത്തേക്ക് ഡീബാറും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർക്കും ചെറിയ നടപടികൾ എന്താണ് അവരുടെ കുറ്റം അതനുസരിച്ചിട്ടുള്ള ശിക്ഷ അവർക്ക് യൂണിവേഴ്സിറ്റി തന്നെ പിന്നെ നമ്മുടെ ഈ സെല്ല് തന്നെ അതിനുള്ള എല്ലാ ഇതും ചെയ്തു. പോലീസിൻ്റെ നല്ല ഒരു അന്വേഷണം അതിനകത്തുണ്ട്. ഇപ്പോഴും അവരന്വേഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഈ സിദ്ധാർത്ഥിൻ്റെ അമ്മ ഒരു സൂചന തന്നിരുന്നു. ഡീൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഒന്ന് വിളിച്ച് പറയാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് എന്നോട് ആ രക്ഷകർത്താക്കൾ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ വൈസ് ചാൻസലർ ഈ തരത്തിലുള്ള റിപ്പോർട്ടും കൊണ്ടുവന്നത്. ഏതായാലും അതൊരു വല്ലാത്ത ഒരു ദുരന്തമാണ്. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് വളരെ പെട്ടെന്ന് അറിയിക്കേണ്ടുന്ന അധികാരികളെ അറിയിക്കണം. അത് പോലീസാണെങ്കിലും അത് കുടുംബാംഗങ്ങളെയാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ കോളേജ് അധികൃതർ അത് വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വന്ന ഗുരുതരമായ തെറ്റ്. അതെ. ഇപ്പം നമ്മൾ സെക്യൂരിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി വെക്കാനുള്ള ഏർപ്പാടാക്കി. നമ്മൾ ക്യാമറകൾ അവിടെ എല്ലാം സ്ഥാപിതമാക്കണമെന്നുള്ളത് കോളേജിന് നിർദ്ദേശം കൊടുത്തു. അതൊക്കെ അവർ സ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? അല്ല, അന്വേഷണത്തിൽ എനിക്കൊരു വീഴ്ചയും തോന്നുന്നില്ല. കാരണം ആൻറ്റി റാഗിംഗ് സെല്ലാണ് ഇത് പെട്ടെന്ന് അന്വേഷിക്കണം എന്ന തരത്തിലേക്ക് വരികയും അതിൻ്റെ ഒരു സ്ക്വാഡ് നല്ല രീതിയിൽ അവിടെ അന്വേഷണം നടത്തുകയും അതിൻ്റെ കമ്മിറ്റികൾ അവിടെ കൂടിയെടുക്കുകയും അതിൻ്റെ ബേസിലാണ് ഈ അന്വേഷണം. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഒരു വലിയ സഹായം അതിനകത്തുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഒരു സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ അന്വേഷണം കൂടെ അവിടെ നടക്കുന്നുണ്ട്. മാതാപിതാക്കളായിട്ട് ഏറ്റവും അവസാനം സംസാരിച്ചപ്പോൾ എന്താണ് സിദ്ധാർത്ഥിൻ്റെ? അല്ല, സിദ്ധാർത്ഥിൻ്റെ അമ്മയെ കണ്ടിട്ട് ഇന്ന് 4 ദിവസമായി. ഞാൻ 4 ദിവസം മുമ്പ് കണ്ടപ്പോഴും അവർ ഉറപ്പിച്ച് പറയുന്നു ഇനിയും കുറ്റവാളികളുണ്ട് എന്നുള്ള തരത്തിലേക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും അധ്യാപകർക്കിടയിലും ചില അന്വേഷണം വേണമെന്നൊക്കെ അവർ പറയുന്നെങ്കിലും ഈ ഡീൻ്റെ ഭാഗമാണ് അവർ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ തരത്തിൽ യൂണിവേഴ്സിറ്റിയും അന്വേഷണം നടത്തിയത്. എന്നാണ് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പുതിയ വൈസ് ചാൻസലറാണ്. നമുക്ക് എന്താണെന്നുള്ളത് കാണാം തിങ്കളാഴ്ച. ഇന്നിപ്പോൾ അവധി ദിവസമല്ലേ.